പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 11 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കരുതിയതിനായിട്ട്, സൂക്ഷിച്ചതിനായിട്ട്, അബദ്ധനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചതിനായിട്ട്, ആയുസ്സോടെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? ദൈവകൃപയായിരുന്നു. രാത്രി നമ്മൾ ഉറങ്ങിയത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്വസ്ഥമായിട്ട് ഉറങ്ങിയത് അല്ലേ? ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് നന്ദി പറയുന്നു. ഈ പൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആവശ്യങ്ങളിലൊക്കെ കർത്താവ് കൂട്ടായിട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. രാത്രി തന്ന ഉറക്കത്തിന് സ്തോത്രം, രാവിലെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. തിരുവെഴുത്തിൽ പറയുന്നു, സങ്കീർത്തനം 34, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ നാവിൽ മറ്റൊന്നും വരാതെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ എപ്പോഴും നമ്മുടെ നാവിൽ ഉയരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് കാത്തുപരിപാലിച്ചല്ലോ. സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെയും കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഇവർ ശബ്ദം കേൾക്കുമ്പോൾ ദൈവശബ്ദം ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ ഭവനത്തിൽ മഹത്വം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഇവർ ആയിരിക്കുന്നിടത്ത് കർത്താവെ അങ്ങയുടെ ഫേവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. ഓരോരുത്തരെയും ഫേവറിനാൽ ചുറ്റപ്പെട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതി രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പരിപൂർണ സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ആമേൻ, നിങ്ങളുടെ കൈകൾ ചെവിയിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. നസ്രനായ യേശുവിൻ നാമത്തിൽ ചെവിയുടെ കേൾവിക്കുറവുകൾ മാറട്ടെ. ആമേൻ. ചെവിക്ക് പൂർണ്ണ കേൾവി യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ആ കേൾവി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ദുഷ്ട ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഭർഷിക്കുന്നു. കേൾവി മടങ്ങി വരട്ടെ. അതുപോലെ സംസാരശേഷിയില്ലാത്തവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ സംസാരിച്ചു തുടങ്ങട്ടെ. ആ മൂകത കൊണ്ടിരുന്ന ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭർഷിക്കുന്നു. സംസാരിക്കട്ടെ. കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും സംസാരശേഷി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മടങ്ങി വരട്ടെ. കേൾവി മടങ്ങി വരട്ടെ. സംസാരശേഷി മടങ്ങി വരട്ടെ. ദൈവിക ഇടപെടൽ നടന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇടത്തെ കാലിൻ്റെ മുട്ടിനുള്ള വേദന ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ വിടുതൽ അവിടെ ഉണ്ടായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, മറ്റാവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെയും ദൈവിക ഇടപെടൽ ഉണ്ടാകണം. ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, നിയമപരമായ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മിറക്കിൾസ് സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം ലോകവ്യാപകമായി വെളിപ്പെടുവാൻ ഇന്നത്തെ മീറ്റിംഗ് കാരണമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനേക അഭിഷക്തന്മാരെ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളോടൊപ്പം ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ അത്യാവശ്യമായ, വളരെ അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രം അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം അറിയിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൈകിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ സമയം രാത്രി 9:30. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കെയർ ഓഫിൽ
നിങ്ങൾ പലരോട് പറയണം. നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, നിങ്ങളുടെ ബന്ധുക്കളോട് പറയണം, നിങ്ങളുടെ സ്വന്തം സിബ്ലിങ്സിനോട് പറയണം, നിങ്ങളുടെ കുടുംബക്കാരോടൊക്കെ പറയണം. അവരൊക്കെ വന്ന് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കട്ടെ. സ്പെഷ്യലായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം നമുക്ക് ആരംഭ 2-3 വാക്യങ്ങൾ വായിക്കാം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവറിനെ ആകർഷിക്കുവാൻ ഈ കാര്യങ്ങൾ വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവിക പ്രീതി ആകർഷിക്കപ്പെടുവാനായി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുക. ഈ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന 2-ാമത്തെ വാക്യമാണ് പറയുന്നത്. 2-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്. ഇതാണ് ക്വാളിറ്റി. അതായത് ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ദൈവത്തോടുള്ള ഭക്തി വെളിപ്പെടുത്തിയവനാണ്. രഹസ്യത്തിലല്ല ദൈവത്തോടുള്ള ഭക്തി ഉണ്ടായത്. ആ ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം ഭക്തനാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്കറിയാം, കൂടെ പട്ടാളത്തിലുള്ളവർക്കും അറിയാം ഇദ്ദേഹം ഭക്തനാണ്. രഹസ്യത്തിലുള്ള വിശ്വാസമല്ല, പരസ്യമാണ്. ആമേൻ. 1. 2, സകല ഗ്രഹത്തോടും കൂടെ, അതായത് കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നവൻ. ആമേൻ. ഭാര്യയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് സൽപ്രവർത്തികൾ ചെയ്യും. മിനിഞ്ഞാന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ കേട്ടു, സൽപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഫേവറിനെ കൊണ്ടുവരും. എപ്പോഴും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. അതായത് അന്നത്തെ കാലത്ത് അവർക്ക് യാമങ്ങൾ നോക്കിയുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പം എല്ലാ യാമങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുവാൻ, ആമേൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 1, അവൻ ഭക്തനായിരുന്നു, ഡിവോട്ടി ആയിരുന്നു. അതായത് അവൻ ജീവിതത്തിൽ ഭക്തിയുള്ള മനുഷ്യനായിരുന്നു, ദൈവത്തെ ഭയവും. അവൻ ജോസഫിനെ പോലെ ദൈവത്തെ ഭയമുള്ള മനുഷ്യനായിരുന്നു. 2, സകല ഗ്രഹത്തോടും കൂടെ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പം ജനത്തിന് വളരെ ധർമ്മം, അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ കൊടുക്കുന്നവനായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അവൻ ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം, അവൻ ഇങ്ങനൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പോലും കാണുന്നില്ല. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ അവൻ ദൂതനെ കാണുക. നിൻ്റെ പ്രാർത്ഥനയും അവൻ അകത്ത് വന്നിട്ട് പറഞ്ഞു, കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താണെന്ന് കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ അവനോട്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കി, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫേവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളത്, കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളത്, ആമേൻ, രക്ഷ പ്രാപിക്കുക എന്നുള്ളത്, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം കൊർന്നല്യോസിൻ്റെ ജീവിതത്തിൽ ഈ സ്വഭാവം, 1, ഭക്തിയുള്ളവനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ, അതായത് ഫാമിലിയായിട്ട് ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, ആമേൻ, ധർമ്മങ്ങൾ ചാരിറ്റി ചെയ്യുന്നവനായിരുന്നു. പിന്നെ 4-മത്തേത് എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭവനത്തിലിറങ്ങി കൊർന്നല്യോസിനോട് പറഞ്ഞു, പത്രോസിനെ വരുത്തി നീ സുവിശേഷം കേൾക്കണം, നിൻ്റെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകും. അപ്പോൾ പത്രോസിനെ വരുത്തി, പത്രോസ് ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന, കൊർന്നല്യോസ് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിൻ്റെ മാളിക മുറിയിലും അവൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി, അല്ലെങ്കിൽ ദർശനം കൊടുക്കുന്നു. അപ്പം ദർശനം കണ്ട് പത്രോസ് എവിടേക്ക് വരുന്നു? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്ന് കൊർന്നല്യോസിനോട് സുവിശേഷം പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് പ്രാപിപ്പാനും
ഹല്ലേലൂയ. അവൻ ജാതികളിലേക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലൂടെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ജീവിതത്തിൽ ഏറ്റവും വലിയ ഫേവറാ ദൈവത്തെ അറിയാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ഫേവറാ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ഫേവറാ അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. അവൻ നിത്യജീവൻ്റെ അവകാശിയായി മാറി. ഇവിടെ കണ്ടോ, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊർന്നല്യോസിൻ്റെ പ്രത്യേകത പ്രാർത്ഥിക്കുന്നവനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ധർമ്മങ്ങൾ കൊടുക്കുന്നവനായിരുന്നു, ഭക്തൻ. തൻ്റെ ഭക്തി പരസ്യമായിരുന്നു, രഹസ്യമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ദൈവത്തിൻ്റെ ദൂതൻ ഭവനത്തിനകത്ത് ഇറങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് സംസാരിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 11-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കരുതിയതിനായിട്ട്, സൂക്ഷിച്ചതിനായിട്ട്, ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചതിനായിട്ട്, ആയുസ്സോടെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? ദൈവകൃപയെ